ഏവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ശ്രീ മുരുകേശൻ ഞാൻ നിങ്ങളുമായി പങ്കിട്ട ഒരു വീഡിയോ, അതായത് പവിത്രന് നന്ദി മറുപടി എന്ന ശീർഷകത്തിലുള്ള വീഡിയോയോട് പ്രതികരിച്ചുകൊണ്ട് തൻ്റേതായ ശൈലിയിൽ, എനിക്ക് ഏറ്റവും ഹൃദ്യമായ ശൈലിയിൽ മലയാള ഭാഷയുടെ തനിമയും മാധുര്യവും നമുക്കേവർക്കും പരിചയപ്പെടുത്തുവാൻ പര്യാപ്തമാകുന്ന വിധത്തിൽ, നമ്മുടെ ഉള്ളിൽ അതിനെപ്പറ്റി അല്പം അസൂയ ജനിപ്പിക്കാൻ പര്യാപ്തമായ വിധത്തിൽ മുരുകേശൻ പ്രതികരിച്ച ആ ഒരു ചെറിയ പ്രസ്താവന, അത് നിങ്ങളുമായി പങ്കിടാതിരിക്കുന്നത് നിങ്ങളോട് കാണിക്കുന്ന അനീതിയായിരിക്കും എന്ന ഒരു ധാരണയിലാണ്. അത് കേന്ദ്രീകരിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ മുരുകേശൻ്റെ വാക്കുകൾ വായിച്ച ശേഷം ഏവരുമായി പങ്കിടാൻ ഞാനിപ്പോൾ ശ്രമിക്കാൻ പോകുന്നു. ഞാൻ ആമുഖം ദീർഘിപ്പിക്കാതെ മുരുകേശൻ്റെ മനോഹരമായ വാക്കുകളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കൊള്ളട്ടെ. അതിപ്രകാരമാണ്: പവിത്രന് നന്ദി മറുപടി എന്ന അതീവ ഹൃദ്യവും ആശയസമ്പുഷ്ടവുമായ ചെറുപ്രഭാഷണം എന്നിൽ ഉയർത്തിയ പ്രതികരണം സംക്ഷിപ്തമായി ഇവിടെ കുറിക്കട്ടെ. എനിക്ക് അദ്ദേഹത്തിൻ്റെ ശൈലി വേണ്ടതുപോലെ വായിക്കാൻ കഴിവില്ല എന്ന് ഞാൻ ഈ തരുണത്തിൽ സമ്മതിക്കേണ്ട ആവശ്യം കൂടെയുണ്ട്. ഏതായാലും നമുക്ക് തുടരാം. റെസ്പെക്ട് ദി ഇൻറ്റേർണൽ കൊഹിയറൻസ് ഓഫ് ദ ടെക്സ്റ്റ് എന്ന ഫ്രേസിൻ്റെ ആശയം ആരായാലും ഏത് വിഷയവും സമ്മതിക്കപ്പെടുമ്പോൾ അയാളുടെ കാഴ്ചപ്പാടിൻ്റെ ആകെത്തുകയിൽ ഒരാന്തരിക സമന്വയം നടത്തി അയാളുടെ അഭിപ്രായം സ്വീകരിക്കേണ്ടതാണ് എന്ന ഫാദറിൻ്റെ സൂചന അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അംഗീകരിക്കപ്പെടേണ്ടതാണെന്നതിൽ ഇരുപക്ഷം ഉണ്ടാകുകയില്ല. അങ്ങനെ ഒരു സെൻറ്റൻസ് എനിക്ക് എഴുതാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ്. ഏതായാലും നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാം. യേശുവചനങ്ങളെ അതേ മാനത്തിൽ ഉൾക്കൊള്ളുന്നവരാകും ഈ ടെമ്പിൾ ഓഫ് തോട്ട്സ് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ക്രൈസ്തവ മതവിശ്വാസികളും ഇതര മതവിശ്വാസികളും ഒരു മതവിശ്വാസവും വച്ചു പുലർത്താത്തവരുമായ മിക്കവാറും എല്ലാവരും. പഴയതും പുതിയതുമായ ടെസ്റ്റമെൻറ്റുകൾ വായിച്ചതിനാൽ മാത്രം ബൈബിൾ ചർച്ചകളിൽ ആധികാരികമായി ഇടപെടാൻ കഴിയുമെന്ന ഒരു ചെറു ധാരണ പോലും ഇല്ലാതെ ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തു തുടങ്ങിയ, ഒരിക്കലും ഒരു ക്രൈസ്തവ മതസംഘടനയിലും അംഗീകാരമില്ലാതിരുന്ന ആൾ എന്ന നിലയിൽ എടുത്താൽ മതി ഞാനിതിൽ പങ്കുചേരാൻ തയ്യാറാകുന്നത് ഈ ചാനലിൻ്റെ പ്രധാന കാർമ്മികത്വം വഹിക്കുന്ന ഫാദർ വത്സൻ തമ്പു എന്ന മനീഷിയെ കേൾക്കാനിടയായതിനാലാണ്. ക്രൈസ്തവ ദർശനത്തെ അതിൻ്റെ അന്തസത്ത വാനോളവും ഉയർത്തി വിശ്വാസികൾക്കും അല്ലാത്തവർക്കുമായി പകർന്നു നൽകുന്നതിനോടൊപ്പം സജീവങ്ങളും സങ്കീർണങ്ങളുമായ ഇതര സാമൂഹ്യ പ്രശ്നങ്ങളിലും അനുദിനം ഇടപെടുന്നു. ഒപ്പം മഹാദാർശനികരെയും സാഹിത്യകാരന്മാരെയും അവരുടെ കൃതികളെയും വിജ്ഞാനകാംക്ഷികളായ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുകയും അവരുടെ അഭിരുചികളെയും മൂല്യബോധത്തെയും വളർത്തിയെടുക്കുവാനുള്ള അശ്രാന്ത പരിശ്രമം അന്യഥാ വിശ്രമവേളയിലായി മറ്റ് പലരും കരുതാൻ ഇടയുള്ള ഈ പ്രായമേറിയ ഘട്ടത്തിലും തുടരുന്നത് എന്നിൽ ഉയർത്തുന്ന ആദരവ് അപരിമേയമാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലെ സ്വാർത്ഥരാഹിത്യവും നിഷ്കപടതയും സത്യസന്ധതയും നിർഭയത്വവും സാർവലൗകിക മാനവിക നിലപാടുകളും ഈ സമൂഹത്തിൻ്റെ സ്വത്തായി മാറണം എന്ന ആഗ്രഹം എനിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സമ്മതിക്കുന്ന കാര്യങ്ങൾ ചുരുങ്ങിയ പക്ഷം ശ്രദ്ധയോടെ കേൾക്കുകയും ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് എൻ്റെ കൂടെ കടമയായി ഞാൻ കാണുന്നു. എനിക്ക് പറയാതിരിക്കാൻ കഴിയാതെ വരുന്ന എൻ്റെ മനസ്സിൻ്റെ പ്രതികരണങ്ങൾ മാത്രമാണ് എൻ്റെ ചെറിയ ചെറിയ കുറിപ്പുകൾ.
അത് കാണാനുള്ള സൗമനസ്യം ഫാദർ വത്സൻ തമ്പു കാണിക്കുന്നു എന്നത് എനിക്ക് നൽകുന്ന സന്തോഷമാണ്. എനിക്കതിലുള്ള അമൂല്യമായ പ്രതിഫലം. ഇത് ഇങ്ങനെ വായിച്ചതുകൊണ്ട് മുരുകേശൻ്റെ ആശയം വളരെ സ്പഷ്ടമായും കൃത്യമായും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ. ഞാനത് കൂടുതൽ വിശദീകരിക്കാൻ പോയാൽ ഞാൻ മണ്ടനായി പോകും. കാരണം എല്ലാം എനിക്ക് തന്നെ മനസ്സിലായി എന്ന് അവകാശപ്പെടാനുള്ള ധൈര്യം എനിക്കില്ല. എങ്കിലും എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് സത്യമാകുകയില്ല. സത്യം പറയുക നമ്മുടെ എവരുടെയും അഭിമാനമാണല്ലോ, നമ്മുടെ സ്വാതന്ത്ര്യമാണല്ലോ. ഏതായാലും ആശയങ്ങൾ എത്ര മനോഹരമായി അവതരിപ്പിക്കാൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും പ്രോത്സാഹജനകമായ ഒരു ഉദാഹരണമായിട്ടാണ് ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ താല്പര്യപ്പെടുന്നത്. ഈ ടെമ്പിൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ സംഗമം, അതിന് ഞാൻ ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് വളരെ ഹ്രസ്വമായി ഒന്ന് വെളിപ്പെടുത്തേണ്ട ആവശ്യം എനിക്കുണ്ട്. എന്നെ വളരെയധികം ദുഃഖിപ്പിക്കുന്നൊരു കാര്യം, മനുഷ്യജാതിയെ പല പല പരിഗണനകളുടെയും സങ്കല്പങ്ങളുടെയും തെറ്റിദ്ധാരണകളുടെയും പൊട്ടത്തരങ്ങളുടെയും അടിസ്ഥാനത്തിൽ കീറിമുറിച്ച് അന്യോന്യം സഹകരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവരായി, കണ്ടാൽ സന്തോഷം തോന്നാത്തവരായി, വേറിട്ട് നിൽക്കുന്നതാണ് തടിക്ക് നല്ലത് എന്ന തെറ്റിദ്ധാരണയിൽ ആണ്ടുപോയവരായി അധപ്പതനത്തിൻ്റെ അവസ്ഥയിലാക്കി വെച്ചത് മനുഷ്യരാശിക്ക് സംഭവിച്ച ഏറ്റവും വലിയ അപകടമാണ്. അതൊരു രോഗമാണ്. അതിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നമുക്ക് ആവശ്യമുണ്ട്. ഈ രോഗം മനുഷ്യജാതിക്ക് പിടിക്കുവാൻ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് മതങ്ങൾ തന്നെയാണ്. മതങ്ങൾ ആവിർഭവിച്ചപ്പോൾ അവയുടെ ഉദ്ദേശം അതായിരുന്നില്ല എങ്കിലും ചരിത്രത്തിൽ കൂടെ മതങ്ങളുടെ വളർച്ച സംഭവിച്ചപ്പോൾ മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യം അതിൽ നുഴഞ്ഞു കയറിയിട്ട് മനുഷ്യജാതിയുടെ മാഹാത്മ്യത്തെ നിലനിർത്തുന്നതിനും വിപുലീകരിക്കുന്നതിനുമായി നിശ്ചയിക്കപ്പെട്ട ഈ നല്ല ഉപാധിയെ അവിടെ അധപ്പതനത്തിൻ്റെ ഒരു ആയുധമായി അധപ്പതിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതെന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ആവേശമേറിയ സങ്കല്പം അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യമാണ്. മനുഷ്യരാശിയുടെ എന്നല്ല ഞാൻ പറയുന്നത്, മനുഷ്യത്വത്തിൻ്റെ. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും വലിയ സങ്കടം ആ മാഹാത്മ്യത്തിൻ്റെ 4 അയലത്ത് വരുവാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അതിന് കൂട്ടാക്കുക പോലും ചെയ്യുന്നില്ല എന്നതാണ്. അങ്ങനെ വെറും അല്പത്തരത്തിൻ്റെ കാഴ്ചപ്പാടുകളും തൽഫലമായ അല്പത്തരത്തിൻ്റെ തന്നെ ജീവിത അവസ്ഥകളും അല്ല വ്യക്തിത്വവും പ്രാപിച്ചിരിക്കുന്നതിൽ പുങ്കത്തരം അനുഭവിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിൽ പരസ്പരം കലഹിക്കുന്നതും ശണ്ട കൂടുന്നതും വെറുക്കുന്നതും ആണ് മനുഷ്യൻ്റെ കടമ. അങ്ങനെ മാത്രമേ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന ഭ്രാന്ത് പിടിച്ച ആശയം മനുഷ്യനെ അടിമയാക്കി വച്ചിരിക്കുന്നതിൽ അതിശയിക്കാനിടയില്ല. എന്നാൽ ശ്രീ ബുദ്ധൻ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ, മനുഷ്യൻ്റെ അവസ്ഥയിൽ ഒരു മാറ്റം വരണമെങ്കിൽ ആദ്യമായി സംഭവിക്കേണ്ടത് അവൻ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ എന്താണെന്നും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന തകർച്ച എപ്രകാരമാണ് എന്നുമുള്ള ഒരു ബോധവൽക്കരണമാണ്. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയാണ് ഏറ്റവും മാഹാത്മ്യമേറിയ അഭികാമ്യമായ അവസ്ഥ എന്ന ഒരു ധാരണ വെച്ചു പുലർത്തുന്ന ആരും തന്നെ ആ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ കൂട്ടാക്കുകയില്ല എന്നത് യുക്തിയാണ്. അതുകൊണ്ട് ആദ്യമായി വേണ്ടത് നാം ആയിരിക്കുന്ന അവസ്ഥയിലെ അപകടവും അല്പത്തരവും പരാധീനകളും ഞെരുക്കങ്ങളും മനുഷ്യത്വത്തിന് അത് എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികളുമാണ്. അങ്ങനെ വരുമ്പോൾ
എനിക്ക് വ്യക്തമായി കഴിഞ്ഞ അരനൂറ്റാണ്ട് കൊണ്ട് മനസ്സിലാക്കാനിടയായ ഒരു കാര്യം, മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യം സത്യം തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യമാണ്. സത്യം തിരിച്ചറിയുന്നവർ മനുഷ്യരെല്ലാവരും ഒരേ ദൈവിക കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് എന്ന് പണ്ട് ഹിന്ദു ഋഷിമാർ തിരിച്ചറിഞ്ഞ വസുധൈവ കുടുംബകം, യേശു വിളിച്ചറിയിച്ച ദൈവരാജ്യ സങ്കല്പം, രണ്ടും ഒന്ന് തന്നെയാണ്, അർത്ഥത്തിൽ അത് തന്നെയാണ്. അതായത് മനുഷ്യൻ വെച്ച അവൻ്റെ അല്പത്തരം കൊണ്ട് സൃഷ്ടിച്ചു വെച്ച ഈ വിഘടന ചിന്തകളും പരസ്പരം അകൽച്ചയാണ് ഭൂഷണം എന്ന തെറ്റിദ്ധാരണകളും തൽഫലമായി കാലാകാലങ്ങളിൽ ഉടലെടുത്തു വന്ന സംഘർഷങ്ങളും ഇതൊക്കെയും അങ്ങ് ഉപേക്ഷിച്ചിട്ട് പരസ്പരം സ്നേഹിക്കുവാനും സഹകരിപ്പാനും ഒരുമിച്ച് നീതിയുടെയും സത്യത്തിൻ്റെയും പാതയിൽ സഞ്ചരിച്ച് മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യത്തിലേക്ക് മുന്നേറുവാനുമുള്ള മനുഷ്യൻ്റെ അവകാശമാണ് സർവപ്രധാനമായി നാം മനസ്സിലാക്കേണ്ടത്. പക്ഷേ മതമായിക്കൊള്ളട്ടെ രാഷ്ട്രീയമായിക്കൊള്ളട്ടെ മനുഷ്യൻ്റെ ഈ അവകാശത്തെ മുച്ചൂട് നശിപ്പിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് എന്ത് കണ്ടാലും ഏത് മേഖലയിലായാലും പരസ്പര അകൽച്ചയിൽ കൂടെ മാത്രമാണ് നാം ഇപ്പോൾ എല്ലാം കാണുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ രാജ്യത്ത് ദേശീയത എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ വഴക്കിടണം, അത് മാത്രമാണ് ദേശീയത. ദേശഭക്തി എന്ന് പറഞ്ഞാൽ അല്പസംഖ്യക്കാരെ വെറുക്കുകയും സൗകര്യം കിട്ടിയ പോടുകയും ചെയ്യണം. ഇതിനപ്പുറത്തൊരു ദേശഭക്തിയില്ല. ഇത്രമാത്രം നാം അധപ്പതിച്ചു പോയിരിക്കുന്നു. അതുപോലെ തന്നെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകൾ, ഞാൻ ഉൾപ്പെടെ, അല്ലാതെ എൻ്റെ മതത്തിൽ ഉൾപ്പെട്ട ആളുകളെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരെ വെറുക്കുകയും അവരെ അപഹസിക്കുകയും അവരിലൊരു നന്മയുമില്ല, അവരെല്ലാം നരകത്തിൽ പോകുന്നവരാണ്, ഞങ്ങൾക്ക് മാത്രം സ്വർഗം റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പുങ്കത്തരം, അടിസ്ഥാനരഹിതമായ പുങ്കത്തരം, ബാക്കിയുള്ളവർ നരകത്തിൽ പോകുമെന്ന് പറയുമ്പോൾ ഉള്ളിൽ ആഹ്ലാദിക്കുന്ന ഈ പൈശാചികമായ സ്വഭാവം, ഇതെല്ലാം തന്നെ ഒന്നുപോലെ അപഹാസ്യമാണ്. ഇത് മനുഷ്യത്വത്തിന് സംഭവിക്കാവുന്ന വലിയ മഹാരോഗമാണ് എന്ന തിരിച്ചറിവ് ഇന്ന് എനിക്ക് വളരെ സ്പഷ്ടമായും ശക്തമായുമുണ്ട്. ആ യാഥാർത്ഥ്യം വല്ല വിധേനയും ആരുടെയെങ്കിലും മനസ്സിലെത്തിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു എന്ന അതിമോഹത്തിലാണ് ഞാൻ ടെമ്പിൾ ഓഫ് തോട്ട്സ് എന്ന ഈ ഒരു സംഗമം ആരംഭിച്ചത്. ടെമ്പിൾ ഓഫ് തോട്ട്സ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മത ആചാര അനുഷ്ഠാനങ്ങൾ, മതപരമായ വിശ്വാസ പ്രമാണങ്ങൾ, മതപരമായ പാരമ്പര്യങ്ങൾ മാത്രം അള്ളിപ്പിടിച്ച് നിൽക്കുന്ന മനുഷ്യർക്ക് അവരുടെ ചെറിയ ചെറിയ കൊത്തളങ്ങൾക്കപ്പുറത്തുള്ള ആളുകളെ സ്വീകരിപ്പാനോ അവരുമായി സഹകരിപ്പാനോ അവരിൽ എന്തെങ്കിലും നന്മ കാണുവാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. അവരെ പറ്റിയുള്ള സത്യം അറിയുവാനോ അംഗീകരിപ്പാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. യാതൊരു അടിസ്ഥാനമില്ലാതെ അവരെല്ലാം നികൃഷ്ടരാണെന്നും നീചന്മാരാണെന്നും ദൈവത്തിൻ്റെ കൃപയുടെ പരിധി വിട്ടവരാണെന്നും അവർ നരകത്തിലേക്ക് പോകുമെന്നും ഒക്കെ വിളിച്ചു പറഞ്ഞ് അതിൽ സന്തോഷിക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ മറ്റൊരു സൈഡിൽ കൂടെ നോക്കുമ്പോൾ നിങ്ങൾ ഈ ഭാരതഭൂമിയിൽ കാലുകുത്തുവാൻ അവകാശമില്ലാത്തവരാണ് എന്ന് പറയുമ്പോൾ ദേശഭക്തിയുടെ പാരമ്യതയിലെത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഭ്രാന്ത് പിടിച്ച ജൽപ്പനങ്ങളുടെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ സത്യം അറിയുവാനും അറിയിക്കുവാനുള്ള സ്വാതന്ത്ര്യമാണ് മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തസത്തയെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് മുരുകേഷിനെ പോലെയുള്ള സുഹൃത്തുക്കളെ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ചെന്നൈയിൽ താമസിക്കുന്ന ഒരു സുഹൃത്തുമായി നടത്തിയ സംഭാഷണം റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുള്ളതാണ്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. അങ്ങനെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾ, അങ്ങനെ പല ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളുകൾ സഹകരിച്ചിട്ട് ഒരു പുതിയ ദർശനം, മനുഷ്യത്വത്തിൻ്റെ ദർശനം, അത് ഒന്ന് പ്രചരിപ്പിക്കുവാനും അത് പ്രാവർത്തികമാക്കുവാനും അത്
നമുക്കൊക്കെ മുൻപേ ശ്രീ നാരായണ ഗുരു കണ്ട ദർശനമാണ്. ഏവരും സോദരത്തോടെ വാഴുന്ന മാതൃകാ സ്ഥാനമാകണമെന്ന സ്വപ്നം കണ്ട നാരായണ ഗുരുവിൻ്റെ മണ്ണിൽ ഞാനത് പറയുമ്പോൾ ഞാൻ പറയുന്നത് പുത്തരിയല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നാരായണ ഗുരുവിൻ്റെ പൈതൃകം ഏറ്റെടുത്ത ആളുകൾക്ക് പോലും ആ ആന്തരികമായ സ്വാതന്ത്ര്യം ഒന്ന് പ്രയോഗിക്കാൻ കഴിയാതെ പോകുന്നത് വളരെ വളരെ മർമ്മഭേദകമായ സങ്കടമാണ്. സർവ്വലോകത്തെയും ഒന്നുപോലെ കണ്ട ക്രിസ്തുവിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന പ്രസ്ഥാനങ്ങൾ മൂലം മനുഷ്യൻ്റെ കണ്ണ് അടഞ്ഞു പോകുന്നു. ഞാൻ കുരുടന്മാരുടെ കണ്ണ് തുറക്കാൻ വന്നവനാണെന്ന് പറഞ്ഞ ക്രിസ്തു ആത്മീയമായ കണ്ണ് തുറക്കുക മനുഷ്യൻ്റെ അന്തസ്സിൻ്റെ അനിവാര്യ ഘടകമാണെന്ന് വിളിച്ചു പറഞ്ഞ ക്രിസ്തുവിൻ്റെ പേരിൽ അന്ധതയാണ്, വർഗീയമായ അന്ധതയാണ് മനുഷ്യൻ്റെ അഭിമാനം എന്ന് വിളിച്ചു പറയുന്ന യേശുവിൻ്റെ പ്രതിപുരുഷന്മാരായി നടക്കുന്ന കോമാളികളുടെ നാട്ടിൽ സത്യം അറിയാനുള്ള സ്വാതന്ത്ര്യം, നഷ്ടപ്പെട്ടു പോയ സ്വാതന്ത്ര്യം അല്പമൊന്ന് വീണ്ടെടുക്കാൻ നമുക്കിടയാകട്ടെ. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ദർശനമുണ്ട്, ഒരു വിഷനുണ്ട്. അത് ഞാൻ അല്പം ഒന്ന് സൂചിപ്പിക്കേണ്ട കടമയുണ്ട്. ഞാൻ മതങ്ങളെ വളരെ അതർഹിക്കാത്ത വിധത്തിൽ മാനിക്കുന്നില്ല. അതേസമയം തന്നെ മതങ്ങളുടെ ആവിർഭാവമായ ആത്മീയമായ ഉണർവ്, സ്പിരിച്വൽ എഫർവസൻസ് എന്ന് പറയും, സ്പിരിച്വൽ എഫർവസൻസ്, അധപ്പതിച്ചാണ് മതങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മതങ്ങളുടെ ആരംഭകാലത്തുണ്ടായിരുന്ന ആത്മീയമായ ആ ഒരു പുതുജീവൻ്റെ പ്രസരിപ്പിനെ ഞാൻ വളരെയധികം മാനിക്കുന്ന കൂട്ടത്തിലാണ്. എന്നാൽ ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട ക്രിസ്തീയ സഹോദരി സഹോദരങ്ങളും ഇസ്ലാമിക വിശ്വാസത്തിലുള്ള സഹോദരി സഹോദരങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു പാരമ്പര്യം മറ്റൊരു പാരമ്പര്യത്തിൻ്റെ ശത്രു ആകരുത്. അങ്ങനെയാണെന്ന് പറയുന്നവർ പാമരന്മാരും ഭ്രാന്തന്മാരും പൊട്ടന്മാരുമാണ്. അത് ഒന്ന് തിരിച്ചറിയാനായിട്ട് ഉദാഹരണം കൂടെ പറഞ്ഞ സമയത്തിൻ്റെ പരിധി കൊണ്ട് ഞാൻ നിർത്താൻ പോവുകയാണ്. നിങ്ങൾ പ്രകൃതിയിൽ നോക്കുമ്പോൾ ഒരു വൃക്ഷം വളരുന്നു. ഈ വൃക്ഷം നിങ്ങൾ മുറിച്ചു നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ വാർഷിക വളയങ്ങൾ കാണാം. ആനുവൽ റിങ്സ് എന്ന് പറയും. ആനുവൽ റിങ്സ് ഓരോ വർഷത്തിൻ്റെയും വളർച്ച അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ 10 വർഷം മുമ്പുണ്ടായിരുന്ന റിങ് ഉണ്ട്, 9 വർഷം, 8 വർഷം, 7 വർഷം, 6 വർഷം, 5 വർഷം, ഇങ്ങനെ ഓരോ റിങ്സ് ഉണ്ട്. അതുപോലെയാണ് മതങ്ങൾ. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ മാത്രമേ മനുഷ്യൻ്റെ ആത്മീയ ദാഹം, ആത്മാവിൻ്റെ ദാഹം എപ്രകാരമാണ് ഈ ചരിത്രത്തിൽ വിവിധ ഘട്ടങ്ങളിൽ അതിൻ്റേതായ അതിൻ്റെ സാന്ദർഭികമായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും അന്വേഷിച്ച് മനുഷ്യരാശിയുടെ മാഹാത്മ്യത്തിൻ്റെ ചില അംശങ്ങൾ കാണുകയും അത് തലമുറയ്ക്കായി പൈതൃകമായി രൂപീകരിച്ച് നൽകിയിട്ടുള്ളത്. ഇവ പരസ്പരം കൂട്ടിച്ചേർത്ത് അതിൻ്റെ നന്മകളുടെ ആകത്തുക കണ്ടുപിടിക്കുന്നതിന് പകരം ഒന്ന് മറ്റതിൻ്റെ ശത്രുവായി, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാൻ നിൽക്കുന്ന കോലാട് ആടുകളുടെ കൂട്ട് കൊമ്പ് ചേർക്കുന്നതാണ് ദൈവത്തെ ആരാധിക്കാനുള്ള അല്ലെങ്കിൽ മാനിക്കാനുള്ള മാർഗമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ഈ അല്പത്തരം ഇതിനെ പ്രകൃതി പോലും കളിയാക്കുന്നുണ്ട്. ഇത് ദയവായി മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് എനിക്ക് ഏവരോടും പറയാനുള്ളത്, നമ്മുടെ ശാപമായി മതങ്ങൾ ഇത് അധപ്പതിച്ചിരിക്കുന്നു. മനുഷ്യൻ്റെ മാഹാത്മ്യത്തെ പോഷിപ്പിച്ച് അവനെ ഉന്നതമായ വിധത്തിൽ സംരക്ഷിക്കാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മതങ്ങൾ നേരെ മറിച്ച് അവനെ പൈശാചികമായി അധപ്പതിപ്പിക്കാൻ മാത്രം സഹായിക്കുന്ന വിധത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മതങ്ങളെ അതിജീവിക്കേണ്ട ആവശ്യമുണ്ട്. മതങ്ങളെ അതിജീവിക്കുമ്പോൾ അത് നിരീശ്വരവാദമാകരുത് എന്ന് എനിക്ക് താല്പര്യമുണ്ട്. കാരണം എന്താണ്? എൻ്റെ ലക്ഷ്യം തന്നെ മനുഷ്യത്വത്തിൻ്റെ മാഹാത്മ്യം കണ്ടുപിടിക്കുക എന്നുള്ളത്, അനുഭവിക്കുക എന്നുള്ളതാണ്. അത് നിരീശ്വരവാദത്തിൽ കൂടെ സാധ്യമല്ല എന്ന് 4-5 വർഷം നിരീശ്വരവാദം കൊണ്ട് തലയിൽ വെച്ചുകൊണ്ട് നടന്നൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും.
ഞാനിത് അറിയാതെ പറയുന്നതല്ല, ഇതെല്ലാം പരീക്ഷിച്ചിട്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ടത് അല്പത്തരത്തിൻ്റെ ജൽപ്പനങ്ങളെ അതിജീവിച്ചുകൊണ്ട് മനുഷ്യ മാഹാത്മ്യത്തിൻ്റെ വെളിച്ചം എവിടെയൊക്കെ കണ്ടാലും അതിനെ നെഞ്ചിലേറ്റുന്ന, നിരുപാധികമായി സ്വീകരിക്കും, അതിനെ അനുഭവത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ നന്മ നമ്മൾക്കും മറ്റുള്ളവർക്കും അനുഭവവേദ്യമാക്കി തീർക്കത്തക്കവണ്ണമുള്ള ഒരു സഹകരണത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ഒരു സംസ്കാരം, ഒരു ജീവിത രീതി ആവിഷ്കരിക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നാം മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. മൃഗങ്ങളും നമ്മളുമായി യാതൊരു വ്യത്യാസവുമല്ല. ഒരു പക്ഷേ പല മൃഗങ്ങളും നമ്മളെക്കാൾ നല്ലവരായിരിക്കും. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കുന്നത്, ചിലരൊക്കെ കോപം വരുമ്പോൾ പോടാ പട്ടി എന്നൊക്കെ പറയാറ് ഞാൻ കേട്ടിട്ടുണ്ട്. പോടാ പട്ടി. ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പം എന്നെ ആരെങ്കിലും പോടാ പട്ടി എന്ന് പറഞ്ഞാൽ ഞാനത് ഒരു കോംപ്ലിമെൻ്റായിട്ട് എടുക്കത്തുള്ളൂ. കാരണം പട്ടിക്ക് ഉള്ള ഗുണമെങ്കിലും എനിക്കുണ്ടല്ലോ എന്ന് ഞാൻ ആശ. ആ ഗുണമില്ലാത്ത ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളുമെന്ന്. നന്ദിയില്ല, നന്ദി എന്ന് പറയുന്നൊരു കാര്യമില്ല. പട്ടിക്ക് വാലിട്ടാടാൻ അറിയാം. എൻ്റെ അനുഭവത്തിൽ അനേക ആളുകൾക്കും തിരിഞ്ഞ് കടിക്കാനേ അറിയാവുള്ളൂ. ഞാനത് പരാതിയായിട്ട് പറയുന്നില്ല. ഞാൻ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ദയവായി തിരിച്ചറിയണം. ഇതല്ല നാം ആയിരിക്കേണ്ട അവസ്ഥ. നമുക്കിന്ന് ഇപ്രകാരം അധഃപതനത്തിൻ്റെ ജൽപ്പനങ്ങളും പ്രവർത്തനങ്ങളും നടത്തുവാനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ. മനുഷ്യ മാഹാത്മ്യത്തെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാനും മുന്നോട്ട് പോകുവാനുള്ള സ്വാതന്ത്ര്യം നന്നേ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. നാം അടിമകളാണ്. പക്ഷെ അത് തിരിച്ചറിയണമെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന ഈ അധഃപതനത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാഹാത്മ്യമേറിയൊരവസ്ഥ പ്രാപിക്കാനുള്ളൊരു അഭിവാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഇപ്പം പന്നിയെപ്പോലെ അതായിരിക്കുന്ന സ്ഥാനത്ത് മാത്രം ഇരിക്കുന്നതും എവിടെയൊക്കെ വിസർജ്യമുണ്ടോ അത് മൂക്കിട്ട് ഉരച്ച് നടക്കുന്നത് മാത്രം മതി എന്ന് ധരിക്കുന്നവർക്ക് ഞാൻ പറയുന്ന അധികപ്പറ്റായിരിക്കും, യാതൊരു സംശയമില്ല. അങ്ങനെയുള്ളവരെ പറ്റിയാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ മുത്തുകൾ പന്നികളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കരുത്. അത് അതിൻ്റെ വില അറിയാമയാത്തതുകൊണ്ട് അത് ചവിട്ടി മെതിച്ച് കളയുകയും നിങ്ങളെ തിരിഞ്ഞ് ചീന്തിക്കളയുകയും ചെയ്യുമെന്ന് പറയുന്നതിനകത്ത് വലിയ പ്രാവർത്തികമായ സത്യമുണ്ട്. പക്ഷെ മനുഷ്യനങ്ങനെ ആയിപ്പോകരുത്. നാം ഏവരും ഒന്നുപോലെ ഏറ്റെടുക്കേണ്ട ചുമതലയാണ്. മനുഷ്യനങ്ങനെ ആയിപ്പോകാതിരിക്കത്തക്കവണ്ണം എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന ഈ ചോദ്യം നാം എപ്പോഴും നമ്മോട് തന്നെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. കാരണം നാം അധഃപതനത്തിൻ്റെയോ അപകടത്തിൻ്റെയോ വക്കിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇനിയും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അതും പറഞ്ഞിരിക്കാനുള്ള സമയമില്ല. യേശു പറഞ്ഞു, അന്ധകാരത്തിൻ്റെ നാളിതാ സമാഗതമായിരിക്കുന്നു, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത രാത്രി വരുന്നു. അന്ധകാരം വരുന്നതിന് മുൻപേ വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാവകാശം ഇപ്പോഴുള്ളത് കൊണ്ട് വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ എനിക്കത് മാത്രമേ പറയാനുള്ളൂ. വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്ക് പരസ്പരം കൈകോർക്കാം. നമ്മുടെ ഹൃദയങ്ങൾ ഒന്നാകട്ടെ, നമ്മുടെ മനസ്സൊന്നാകട്ടെ. സ്നേഹം കൊണ്ട്, സത്യത്തോടുള്ള വിധേയത്വം കൊണ്ട് നമ്മുടെ ഉള്ള് പരിശുദ്ധമാകട്ടെ. അപ്പോൾ നാം ഇപ്പോൾ കാണിക്കുന്ന ഈ ചാബല്യങ്ങളും ഈ ഭ്രാന്ത് പിടിച്ച പ്രവർത്തന രീതികളും ജൽപ്പനങ്ങളും എല്ലാം ഒരു ദുസ്വപ്നം പോലെ മാറിപ്പോകുകയും യഥാർത്ഥത്തിൽ ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി ഇവിടെ പിറക്കുവാൻ, ഇവിടെ യാഥാർത്ഥ്യമാകുവാൻ ഇടയാകുമെന്ന് ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് മാത്രമാണ് ശ്രീ മുരുകേശൻ പറഞ്ഞതുപോലെ ഈ വയസ്സുകാലത്ത് ഇങ്ങനെ അധ്വാനിക്കേണ്ട വല്ല കാര്യമുണ്ടോ? സമാധാനമായിട്ട് വല്ലയിടത്ത് സൂചിച്ചിരുന്നാൽ പോരെ. ഇതാണ് എൻ്റെ സമാധാനം. ഈ ഒരു ലക്ഷ്യമാണ്, ഈ പ്രത്യാശയാണ്, അതിൻ്റെ ആവേശമാണ് എൻ്റെ വിശ്രമം. അതിൽ പങ്കെടുക്കുന്ന ഏവരും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹോദരങ്ങളാണ്. ദൈവം എനിക്ക് നൽകിയ വിലതീരാത്ത നിധികളാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളെ ഏറ്റവും അധികം വിലമതിക്കുന്നു. നമുക്ക് നിരാശ സംഭവിക്കാതെ, നിരാശ അംഗീകരിക്കാതെ, നാം അറിയുന്ന നാം അംഗീകരിച്ചിട്ടുള്ള ഈ ലക്ഷ്യത്തെ ലാക്കാക്കി ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ ഇടയാകട്ടെ എന്നൊരിക്കൽ കൂടെ ആശിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. മുരുകേശന് എൻ്റെ പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.